അയ്യോ പേടിക്കില്ലേ? എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ? അതിന് മുൻപ് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വയസ്സായവരൊക്കെ നിറയെ മക്കളുണ്ടായിട്ടും താമസിക്കുന്നേ? എടാ, ഞാൻ എന്താ പറയുക, ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരല്ലേ. മൂക്കിന് പല്ല് മുളച്ചു തുടങ്ങിയ വഴക്കിച്ചേർത്തും ചേർത്തിയും തനിച്ചാണോ? 100 വയസ്സ് കഴിഞ്ഞ് കൊരങ്ങനെ പോലെ വളഞ്ഞ കുത്തി നടക്കണ പള്ളിയമ്മ ഒറ്റയ്ക്കാണോ? പുറമ്പോക്കിന് താമസിക്കണ നാവരണ്ണൻ ഒറ്റയ്ക്കല്ലേ? ഇവർക്കൊക്കെ നിറയെ മക്കളില്ലേ? കുഴപ്പം വയസ്സന്മാരുടെയാണോ മക്കളുടെയാണോ? അങ്ങനെ പറഞ്ഞാൽ അഹങ്കാരം. അല്ല പിന്നെ മടിയിൽ 10 പൈസ ഉണ്ടെങ്കിൽ അഹങ്കാരം. ചിലരങ്ങനെ ആയിപ്പോയി. ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് വാശി പിടിക്കുന്നവരെയും വയസ്സായവരെ ഇറക്കി വിടുന്ന മക്കളെയും ജയിലിലടിക്കണം. അല്ല പിന്നെ അഹങ്കാരികള്. അയ്യോ, ഞാൻ പോട്ടെ, എനിക്ക് ശങ്കരേട്ടന്റെ വീട്ടിൽ പോണം. അയ്യടാ, പറയാമെന്ന് മറന്നുപോയി. എന്നാ പറയടാ. അതില്ലേ പറഞ്ഞത് മറന്നു. ഞാൻ ഓർക്കട്ടെ. പിടികെട്ടി ഓർമ്മ വന്നു. ഏതോ ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയ ആ രാജാട്ടിന്റെ മകളില്ലേ, അവള് 2 മക്കളെ കൂടി തിരിച്ചു വന്നു. എന്തു പറ്റി? എന്തു പറ്റാൻ? പുതുമ കഴിഞ്ഞപ്പോ അവൻ വേറെ അവളെ തേടിപ്പോയി, അവള് തിരിച്ചും വന്നു. എനിക്കറിയാം, നിങ്ങളും ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണല്ലേ? അതിന് 10 മാറ്റിന്റെ തിളക്കമുണ്ടായിരുന്നു അല്ലേടി? മക്കളുടെ അച്ഛ ഓരോന്നോർത്ത് വിഷമമായില്ലേ? അവിടെ നീയും സന്തോഷത്തിലൊന്നും അല്ലല്ലോ ഞങ്ങളെ ഓർത്ത്. നനച്ചിരിക്കാത്ത നേരത്ത് എന്നെ വന്ന് തട്ടിയെടുത്തൂലേ മരണം. നമ്മുടെ ജീവിതം കണ്ട് ദൈവങ്ങൾക്ക് പോലും അസൂയ തോന്നി കാണും.
എന്നാലും അവിടെ നീ സ്വർഗത്തിലാണല്ലോ എന്ന സന്തോഷമുണ്ട് എനിക്ക്. മക്കളുടെ അച്ഛ മരിച്ചോ? എന്നാലും നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാടി. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അതാ നമ്മുടെ രാമേട്ടൻ വരുന്നുണ്ട്. ഓരോ മാസവും ഓരോ മക്കളുടെ വീടുകളിലേക്ക് മാറി മാറി പോകുന്നതിനിടയിൽ ഇതിലേ വന്ന് ഞങ്ങളൊന്ന് കാണും, ഇത്തിരി സംസാരിക്കും. ആ നീ പോയിക്കോ, രാമേട്ടൻ ഇപ്പൊ എത്തും. അല്ലടാ കുഞ്ഞുമോനെ, ഞങ്ങളെപ്പോഴും വഴക്ക് കൂടും. അവൾക്ക് ഭയങ്കര ശുദ്ധിയാ. നിന്റെ പഴയ കരുത്തൊക്കെ ചോർന്നു പോയില്ലേ? ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക്, അവിടുന്ന് വേറൊന്നിലേക്ക്, എന്നെയും അവരുടെ അമ്മയെയും ഒന്നിച്ച് താമസിപ്പിക്കുന്നില്ല. എന്നിട്ടാ കാണുന്നവരോടൊക്കെ ഇത് തന്നെയല്ലേ നീ പറയാറ്? എനിക്ക് പിന്നെ എന്താണോ പറയാനുള്ളത്? അഞ്ചാറ് പേര്, അവരൊക്കെ വലിയ നിലയില. നമ്മുടെ ശങ്കരന്റെ പേരക്കുട്ടിയാ. എനിക്കുമുണ്ട് 5-6 പേരമക്കൾ. ഈ തോളിൽ ഏറെ ഭാരം ചുമന്നു തോളത്തിരുത്തി മക്കളെ പേരമക്കളെ കൊണ്ടു നടന്നു. അവരൊക്കെ ഒരുപാട് വളർന്നു. തിരക്കിനിടയിൽ ഓർക്കാൻ മറക്കുന്നു ഞങ്ങളെ. അവരുടെ സമയം തെറ്റും. അവർക്ക് വേറെ എന്താ കാര്യങ്ങൾ ഉള്ളതാ?
താമസിക്കും. നിങ്ങൾ മാറിയാൽ മതി. നിങ്ങൾ ഇവിടെ തനിച്ചോ? ഇടയ്ക്കൊക്കെ ഇവര് വന്നോളൂ. നിനക്ക് വീട് വെക്കാനുള്ള 10-30 ലക്ഷം രൂപ ഞാൻ തരാം. കോടി തരാമെന്ന് പറഞ്ഞാലും നമുക്ക് എന്തിനാ 2 വീട്? ഇവരുടെ കാര്യത്തിൽ ഞങ്ങൾക്കുമില്ല ഉത്തരവാദിത്വം. അലിയോ, നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ ഇവരെയും തനിച്ചാക്കിയാൽ സന്തോഷമാവുമല്ലേ? നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെന്തിനാ വാശി പിടിക്കുന്നത്? വാശി പിടിക്കാം. തന്തയെയും തള്ളയെയും നോക്കാത്തവൻ എന്ന പേരിനേക്കാൾ എനിക്കിഷ്ടം അവരുടെ കൊലയാളി എന്നറിയപ്പെടാനാണ്. മനസ്സിലായോ? അതെടാ, നീയൊക്കെ കൊല്ലും ഞങ്ങളെ. അച്ഛാ, അച്ഛൻ, എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. ഏറെ കാലമായി ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് വഴക്കും വയ്യാവേലിയും. ഇനിയായിരുന്നല്ലേ ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് തനിച്ചു താമസിക്കണം? ഇങ്ങനെ പോയാൽ ഇവിടെ കൂട്ട ആത്മഹത്യയോ കൊലപാതകമോ നടക്കും. എന്തിന് ആത്മഹത്യ? കൊലപാതകം തന്നെ നടക്കട്ടെ. നിന്ന് തരാം ഞാൻ. വെട്ടിക്കഷങ്ങളാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. സ്വന്തം തന്തയുടെ നേരാവുന്ന വില കണ്ടില്ലേ? ഇവന്റെ കൂടെ എന്ത് വിശ്വസിച്ച് ഞാൻ ജീവിക്കും? ഈ സാഹചര്യത്തിൽ ഇവൻ ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്തി തരില്ല എന്നും ഉറക്കത്തിൽ അപായപ്പെടുത്തി കൊല്ലുമെന്നും എന്താണ് ഉറപ്പ്? ഈ വയസ്സുകാലത്ത് നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും ഞങ്ങളാണ് തടസ്സമെങ്കിൽ ഇല്ല, ഞങ്ങൾ ഇറങ്ങിപ്പോകാം. ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും വീട് താമസിക്കണം. വാ മോനെ, നമുക്ക് മറ്റേ മാറി താമസിക്കാം. ഇത് മുത്തശ്ശൻ വാങ്ങി തന്നതല്ലേ? അത് മുത്തശ്ശന്റെ മുതലാണ്. തിരിച്ചു കൊണ്ടുപോയി കൊടുക്ക്. ഇന്നു തന്നെ മാറി താമസിക്കാമെന്നല്ല അച്ഛൻ ഉദ്ദേശിച്ചത്. സ്വന്തം മാതാപിതാക്കളെ നോക്കാത്ത ഇവരുടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ നോക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ വന്നാൽ മടിക്കേണ്ട, എന്നെ വിളിക്കാം. നിങ്ങളുടെ കണ്ണെട്ടത്തും വിളിപ്പുറത്തും ഞാനുണ്ടാകും. മൂർച്ച കൂട്ടിവെച്ചൊരു കൊലക്കത്തിയും ഉണ്ണുന്ന ചോറ് ചേർക്കാൻ വിഷക്കുപ്പിയും ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാം. ആകെ ഒരു ബഹളം. തളിച്ച് താമസിക്കുന്ന വള്ളിയമ്മയില്ലേ, അവരുടെ വീട്ടിൽ കള്ളം കയറി കയ്യും കാലും കെട്ടിയിട്ട് തല്ല് കൊല്ലാറാക്കി പറഞ്ഞു കേട്ടെ. അയ്യോ, തീർന്നില്ല. തളിച്ച് താമസിക്കുന്ന താമരാണെന്നില്ലേ, അവരുടെ വീട്ടിലും കള്ളം കയറിയെന്ന്. അവരിനെന്തെങ്കിലും ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്നു പറഞ്ഞു കേട്ട് പോലീസും പട്ടാളവും ആംബുലൻസും ഒക്കെ പോയിട്ടുണ്ട്. വയസ്സായവർക്ക് ധൈര്യമായി ജീവിക്കാൻ പറ്റില്ലെന്നായോ? അഹങ്കാരം അല്ല, പിന്നെ അങ്ങനെ തന്നെ വേണം. നിന്റെ കരുനാക്ക് കൊണ്ടൊന്നും പറയാതെ ഞാൻ പറയുന്നതാ കുഴപ്പം, ചെയ്യുന്നതല്ല. എന്ത് ചെയ്തു?
നിറയെ മക്കളുണ്ടായിട്ടും ഇവർക്കൊക്കെ തനിച്ച് താമസിച്ചാലേ പറ്റൂ. അഹങ്കാരം. അല്ല പിന്നെ നിർത്തൂ. നാടകം എവിടേക്കാണ് പോകുന്നത്? കൊല്ലും കൊലവിളിയും കവർച്ചയും ഇതൊന്നും സംവിധായകനായ നാടകരചയിതാവ് പറഞ്ഞുള്ള അല്ല. കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ നാടകത്തിന്റെ സഹസംവിധായകൻ. രചയിതാവിന്റെ പരിധിയിൽ ഇവർ നിൽക്കാതെയായപ്പോൾ നിയന്ത്രിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയതാണ്. ഇനി എന്തു വേണമെന്ന് ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. അയ്യോ, ഇതെന്തൊരു നാടാണ്. വാപ്പിയുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടായിരുന്നു, അതൊക്കെ പോയി കാണുമോ? നിങ്ങൾ ആരാണ്? പുതിയ കഥാപാത്രങ്ങൾ എന്തിനു കയറി വരുന്നു? സാറേ, ഒരുപാട് കാലമായി ഒറ്റയ്ക്ക് ജീവിക്കുക, നിറയെ പണം കാണും. താൻ ആരാണെന്ന് പറയണോ? കള്ളന്മാരടിച്ച് കൊല്ലാറാക്കിയ നാവരന്റെ മകൻ. ഇത്രയും കാലം നാവരനെ തേടി ആരും വന്നില്ല. അപ്പോ ഞാൻ മകനിൽ നിന്നാണോ പറഞ്ഞു വരുന്നത്? ഞങ്ങൾ 5 ആൺമക്കളുണ്ട്. പണിയോട് ചെയ്തത് തള്ളയെയും നോക്കാത്ത എല്ലാ മക്കൾക്കും വേണ്ടി ഈ നാടകത്തിൽ ഞാനോ രചയിതാവ് പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങൾ പറഞ്ഞത് കഴിയുമ്പോഴേക്കും ടൈമിലേക്ക് പോകും. പഞ്ച് കിട്ടില്ല സാറേ. ഇല്ല, ഞാൻ ഈ നാടകം അവസാനിപ്പിക്കുകയാണ്. അതാ അത് കണ്ടോ? മോനെ കേശു, നീ പറഞ്ഞതാണാ ശരി. കാര്യം കഴിഞ്ഞപ്പോൾ കൂടെ നിന്നവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി പോയടാ. ഞങ്ങളുടെ വാടാ മക്കളെ നിങ്ങൾ. നിങ്ങളുടെ കൺവെട്ടത്ത് എന്നും ഞങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിളിയും കാത്തിരിപ്പായിരുന്നു ഞങ്ങൾ. ദാ, ഇത് കാണൂ. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ ഒരു വീട്ടിൽ താമസിക്കും. ഇനിയോ? മുത്തച്ഛ, മുത്തച്ഛ, അയ്യോ മുത്തച്ഛ. ഇതെന്തിനാ? തക്ക സമയത്ത് തിരുത്തി എന്റെ കണ്ണ് തറപ്പിച്ചതിന്. ഈ നീർക്കുമിളുകൾ പോലെയേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഏറിയാൽ 20 ഓ 30 ഓ 1000 ദിവസങ്ങൾ. അതിനിടയിൽ എന്തിനാ ഈ വാശിയും വൈരാഗ്യവും? രക്തബന്ധങ്ങൾ മറക്കാതെ ജീവിതം എന്ന നൂൽപാലത്തിലൂടെ നടന്നാൽ ആരും വീടില്ലടോ. കാലിടറിയ കരുതല്ലുകൾ കാവലുണ്ടാകും. പോരെ? നിങ്ങളും മറക്കാതിരിക്കുക. നമുക്ക് കവചമാക്കാം.